ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞായറാഴ്ച വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ എടുത്ത വ്ളോഗാണ്. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ച മുമ്പ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചറപറ കുറേ വീഡിയോ എടുത്ത് ഫോൺ സ്റ്റോറേജ് ഫുള്ളാക്കി വെക്കും. ഒന്നും എഡിറ്റ് ചെയ്യൂല കേട്ടോ. ഇച്ചിരി മടിയാണ്, ലേസി ഗേളാണ് അങ്ങനെ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും കപ്പയൊക്കെ ആയിരുന്നു. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ലച്ചു പറഞ്ഞ നാടൻ കറിയില്ലേ, നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങും തേങ്ങയൊക്കെ വറുത്തരച്ച കറി വെക്കാനാണ് ലച്ചു പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇച്ചിരി അധികം ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ഏതായാലും തേങ്ങ വറുത്തരയ്ക്കാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പണിയില്ലേ, അപ്പോൾ കൊണ്ട് സാധാരണ കറി വെക്കാം, പിന്നെ അവിടെ പറ്റിക്കുക ഇച്ചിരി ഉരുളക്കിഴങ്ങൊക്കെ ഇടാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. ചേട്ടൻ എനിക്ക് കഴുകി പെറുക്കിയെല്ലാം തന്നു, ബാക്കിയെല്ലാം ഉണ്ടാക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടായി കപ്പയൊക്കെ നുറുക്കി അടുപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എന്നെ പറ്റുന്ന പോലെ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പുള്ളിക്കാരൻ. അപ്പം പിന്നെ കപ്പയൊക്കെ നമ്മുടെ വേകാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കപ്പ പുഴുങ്ങാനുള്ള അരപ്പൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പ പുഴുങ്ങുന്നത് തേങ്ങയും നമ്മുടെ സാധാരണ നാടൻ കപ്പ പുഴുക്ക് പോലെയാണ്. ഞങ്ങൾ തന്നെയാണ് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ഞാൻ എളുപ്പത്തിന് തേങ്ങയൊന്നും ഇടാതെ കടുക് പൊട്ടിക്കാറുള്ളൂ കേട്ടോ. ലച്ചു എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. കുറച്ച് നേരമൊക്കെ മൂടുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ സ്വന്തം തന്നെ എടുക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ സ്വന്തം എടുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ ചേട്ടായി ഇതെല്ലാം കപ്പയെല്ലാം വേവിച്ച് വെച്ച് ടി വി കാണാൻ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ ഇന്ന് ഇളക്കി തരാൻ വേണ്ടി. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഇളക്കി സെറ്റാക്കി ഉണ്ടാക്കുന്നതിനേക്കാളും ചേട്ടായി അത് ഹെൽപ്പ് ചെയ്യുമ്പോൾ കപ്പപ്പുഴുക്കൊക്കെ നല്ല അടിപൊളിയാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളിളക്കുന്നതിനേക്കാളും അവരിളക്കുമ്പോൾ നല്ലോണം എല്ലാം സെറ്റാകുമെന്ന് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മടി കൊണ്ടാണോ എൻ്റെ തോന്നൽ കൊണ്ടാണോ എന്നറിയത്തില്ല, അങ്ങനെയാണ് എപ്പോഴും. അപ്പം അങ്ങനെ അപ്പോൾ ചേട്ടൻ അതെല്ലാം ഇളക്കി നല്ല സെറ്റാക്കി തന്ന് നല്ല അടിപൊളി കപ്പ പുഴുക്കാണ് കേട്ടോ. ചിക്കൻ കറി കണ്ട കളിയാണ്, നല്ല സൂപ്പറായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ല കേട്ടോ. കറിയും കപ്പയൊന്നും കൊള്ളില്ലെങ്കിൽ ഗ്രീഷ്മ എന്തായാലും പറയും കേട്ടോ, അച്ചു ഇത് ഗുണമില്ലായിരുന്നു എന്ന് പറയും. എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില ഞായറാഴ്ചയൊക്കെ ഇങ്ങനെയാണ്, ഇവിടെ കൂടും അല്ലെങ്കിൽ അവിടെ കൂടും. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവർ വന്നു. പിള്ളേർ വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഭക്ഷണമൊന്നുമല്ല പ്രധാനം, അവർക്ക് കളിയാണ്. അവരിനി ഈ വീട് തിരിച്ച് വെച്ചിട്ട് പോളും. അവിടെയാണെങ്കിലും ഇവരങ്ങോട്ട് ചെന്നാലും അത് തന്നെയാണ് പരിപാടി. ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തെ തലവേദന എടുക്കും. അതുപോലെയാണ് 3 പേരും കൂടെ കളിക്കുള്ളൂ കേട്ടോ. പക്ഷേ ലച്ചൂട്ടി സൈലൻ്റാണ്. അപ്പോൾ അങ്ങനെ ഗ്രീഷ്മ വന്ന പാടെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അവളെല്ലാവർക്കും കപ്പയെല്ലാം വിളമ്പുകയാണ് കേട്ടോ. അമ്മച്ചി ഇവിടെ ഇല്ലായിരുന്നേ. അമ്മച്ചി ഇപ്പോൾ വീട്ടിലുണ്ട്, പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ചേച്ചീൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കപ്പ പുഴുക്കും ചിക്കൻ കറിയും എല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഒരു 2 മണിയൊക്കെ ആയിട്ടോ. ഞായറാഴ്ച 2:30 ആകുമ്പോഴത്തേക്കും ചേട്ടായിക്ക് അയൽക്കൂട്ടത്തിന് പോകേണ്ടതുകൊണ്ട് ചേട്ടായി കുറച്ച് വേഗം കഴിച്ചു കേട്ടോ. ഒരു ചെറിയ അയൽക്കൂട്ടത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിലേക്ക് പോയി. കണ്ണനും കുട്ടാപ്പിയൊക്കെ അച്ചിവ അവർക്ക് ഒരു പുതിയ RC കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വാന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ RC കാറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ ബൈ ബൈ. ഓക്കെ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാവേ. ടാറ്റ.